ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂരിനെ പറപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറിയ ബോബി ചെമ്മണ്ണൂരിനെ അതിശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. നാടകം കളിക്കരുത് എന്ന് കോടതി ബോബിയെ താക്കീത് ചെയ്യുകയും ചെയ്തു. ജയിൽ വിടാതിരുന്നതിന് ജാമ്യം റദ്ദാക്കാനും വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കോടതിക്ക് സാധിക്കുമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. ബോബിക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് വിശദീകരണം നൽകിയില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം കോടതി റദ്ദാക്കിയേക്കുമെന്നാണ് കോടതി പറയുന്നത്. കേസ് കോടതി വീണ്ടും പരിഗണിക്കുമെന്ന് വന്നതോടെ അടിയന്തരമായി ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പണമില്ലാത്തതിനാൽ പുറത്തിറങ്ങാനാകാത്ത തടവുകാരെ സഹായിക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ തുടർന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്ന ന്യായം. എന്നാൽ മറ്റു തടവുകാരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ടെന്നും തനിക്ക് മുകളിൽ മറ്റാരുമില്ലെന്നാണോ ബോബി ചെമ്മണ്ണൂരിന്റെ വിചാരമെന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഈ ചെയ്യുന്നതെല്ലാം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് എന്ന് അറിയാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കോടതിയെ മുന്നിൽ നിർത്തി നാടകം കളിക്കാൻ ശ്രമിക്കരുത്. എന്താണ് നിങ്ങൾ കഥ മെനയുന്നത് എന്നും പ്രതിഭാഗത്തോട് ഹൈക്കോടതി ചോദിച്ചു. റിലീസ് ഉത്തരവ് ഇന്നലെ വൈകിട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ജഡ്ജിയിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടാനും 1 മാസത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കോടതി പറഞ്ഞു. എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങിയില്ല എന്നതിൽ പ്രതിഭാഗവും സർക്കാരും വിശദീകരണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ബോബി ചെമ്മണ്ണൂർ 6 ദിവസമാണ് കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞത്. അറസ്റ്റിലായ ദിവസവും പിറ്റേന്നും ജാമ്യത്തിന് ശ്രമം നടത്തിയെങ്കിലും ലഭിച്ചിരുന്നില്ല. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാത്ത പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചു. ജയിലിൽ മോഷണ കേസ് പ്രതികൾക്കും ലഹരി കേസ് പ്രതികൾക്കുമൊപ്പമായിരുന്നു ബോബി 6 ദിവസം കഴിഞ്ഞത്. ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി സ്ത്രീകളടക്കം നിരവധി പേരാണ് ജയിലിന് മുന്നിൽ വൈകിട്ടോടെ എത്തിയിരുന്നത്. ബോബി പുറത്തിറങ്ങില്ല എന്ന വിവരം വന്നതോടെ ഇവരെ ജയിൽ പരിസരത്ത് നിന്ന് നീക്കി. ബോബി ചെമ്മണ്ണൂരിനെ മനഃപൂർവ്വമാണ് പുറത്തിറക്കാത്തത് എന്നും ഇതിനു പിന്നിൽ ഗൂഢശക്തിയുണ്ടെന്നും ഇവർ ആരോപിച്ചു. ബോബി തീവ്രവാദിയല്ലെന്നും ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ദ്രോഹിക്കുകയാണെന്നും ഇത് തങ്ങൾ ആരാധകർ സമ്മതിക്കില്ല എന്നും ഇവർ വിളിച്ചു പറഞ്ഞിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ ജനുവരി 8 ബുധനാഴ്ചയാണ് വയനാട്ടിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്.